പോകുമ്പോഴില്ലേ വീടുകളൊന്നും ഇല്ലാത്ത സ്ഥലം വരും. അവിടെ നിന്ന് പറയാം ഇതെന്താണ് ഭംഗി നോക്കിയാണ്. നമ്മള് അന്ന് നമുക്കത് കാണുമ്പോ ഭയങ്കര ഇതല്ലായിരുന്നു. എന്നിട്ട് നമ്മളെവിടെയൊക്കെ നിർത്തി പറിച്ച് അച്ചാറൊക്കെ ഇട്ട് ഓർമ്മയുണ്ട്. ആ സമയത്ത് കാണുമ്പോ ഭയങ്കര ആഗ്രഹം തരുന്നു അല്ലേ. മധുരമായി കഴിഞ്ഞാൽ പിന്നെ ചെർട്ടൺ സ്ഥലത്തിന്റെ അതന്നെ ചെർട്ടൺ. കൊറേ കാലൊന്നും കൂട്ടാൻ കൊള്ളില്ല. ഇച്ചിരി ഒരു ദിവസം 2 ദിവസമൊക്കെ കൂട്ടാം. ഈ മരത്തിന്റെ ഇവിടെ ഓർമ്മയുണ്ടോ? ഈ ഫീൽഡ് മൊത്തം അതാണ്. വീഡിയോ എടുക്കുമായിരുന്നു. ഈ വീടും ഇപ്പഴത്തെ മഞ്ഞപ്പൂക്കൾ ഈ 2 സൈഡ് മൊത്തം. ഓരോ സീസണിലും ഓരോന്നായിരിക്കും. പിന്നെ ഒക്ടോബർ സെപ്റ്റംബർ അങ്ങനത്തെ ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ ഹിന്ദി സിനിമയിലൊക്കെ ഉണ്ട്. അത് പക്ഷെ ഇവിടെ ഒന്നുമല്ല, അത് പഞ്ചാബിലൊക്കെയാണ്. പക്ഷെ അതുപോലത്തെ സ്ഥലമാണ്. സ്വർണ്ണ അല്ലെ ഗോതമ്പ് ഇതുപോലത്തെ ഫീൽഡുകൾ. കൊതി വന്നു പോയാ കൊച്ചിന്. പച്ച മാങ്ങ മേടിച്ചിട്ട് അരിഞ്ഞിടുന്നതാണ് നല്ലത്. ഭയങ്കര ആ ഒരു കൊതിയില്ലായിരുന്നല്ലേ. ചക്കിക്കാൻ മാങ്ങ അച്ചാറ് ഇഞ്ചി ചക്കി നാട്ടിൽ നിന്നിട്ടില്ല. ഇഞ്ചി മേടിക്കാണെങ്കിൽ ഇഞ്ചി കറി വെക്കാം. എന്ത് രസമാണ് നോക്കട്ടെ ഈ സ്ഥലം. അവിടെ ഒരു വീടും നോക്കിയാണ്. ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ടില്ല ചില സമയത്ത്. വെട്ടിട്ടില്ല കേട്ടോ, അത് വെട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബാർലിയാണ് അത് കൊയ്തിട്ടില്ല. പകുതി കൊയ്ത് അവിടെ എത്തിയപ്പോഴത്തേക്ക് 4 മണിയായി. എപ്പോഴും നിർത്തിയിട്ട് പോയി. നിറച്ച് മാങ്ങ ആപ്പിളോ പണിക്കാരൊന്നും ഇല്ല. അതല്ല എല്ലാം രാത്രിക്ക് അതൊരു മേള ഉത്സവം അല്ലേ. ആ കളത്തിലെ വീട്ടിലെ ഞാൻ ഓർക്കുന്നുണ്ട്. രാത്രിക്ക് കപ്പയും എന്തൊക്കെയാ ഉണക്കക്കപ്പ എന്തൊക്കെയാ വെച്ച് കപ്പ മറ്റേ അരിഞ്ഞ് കിൻഡൽ കണക്കിന് തിളപ്പിച്ച് ഉണക്കി കപ്പ വാട്ടൽ അതന്നെ. ചാൾട്ടൺ സെന്റ് പീറ്റർ നിറച്ചു ആക്രമിക്കുന്നുണ്ട്. സെന്റ് പീറ്റർ എന്തെങ്കിലും ഇതുപോലെ കട്ട് പറിച്ച് തിന്നുന്നതിന്റെ ഒരു ടേസ്റ്റ് എനിക്ക് പറിക്കാൻ തോന്നിയിരുന്നു. മുന്തിരിങ്ങയോ? പച്ചമുന്തിരിങ്ങ നമ്മൾ അവിടെ പോയപ്പോ പറിച്ചില്ലേ? നല്ല പുളിയല്ലേ? പറിച്ചില്ലേ? അതുപോലെ ഒരെണ്ണം പറിക്കണം ചക്കിന്റെ വീട്ടിൽ സംഭവിച്ചു. നമ്മുടെ സ്വഭാവം ഇവിടെയുള്ളവർക്കില്ലല്ലോ. അതുകൊണ്ടാണ് അത് നിക്കണത് അതിന്റെ അകത്ത്. നമ്മളപ്പോ 2 പേര് വന്നു കഴിഞ്ഞാൽ തീർന്ന്. നമ്മുടെ നാട്ടിലൊക്കെയാണ് എവിടെയെങ്കിലും കാണുന്നതിന്റെ എല്ലാം കയറി പറിച്ചു. നമ്മളിതുപോലെ എവിടെയൊക്കെ പോയപ്പോൾ
ട്യൂണീഷ്യ പോയപ്പോ ഓറഞ്ചൊക്കെ പറിച്ച് ഓർമ്മയുണ്ട്. ആ ഓറഞ്ച് തോട്ടത്തിൽ നിന്നൊക്കെ എന്താ സുഖം തിന്നുന്നതിന്. എത്ര പൈസ. അത് കാട്ടും പ്രദേശം പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുക പാടം. ഒരു മനുഷ്യരും ഇല്ല, ഒരു ഈച്ച പോലില്ല, ഒരു വണ്ടി പോലും പോകില്ല. അപ്പോഴാണ് നമ്മൾ നിർത്തി സുഖമായിട്ട് ഇറങ്ങി തോട്ടത്തിൽ നിന്ന് കുറെ ഇതുപോലത്തെ മഞ്ഞ നാരങ്ങയില്ലേ, ആ നാരങ്ങയും ഓറഞ്ചും കുറെ പിടിച്ച് നമ്മള് മുഴുവൻ തിന്നുന്നുണ്ട്. ചോക്ക് പാടം കിടക്കണമെങ്കിൽ ഗോതമ്പ് പാടം പോലെ. പാടം പൂത്ത കാലം പാടാ. നമ്മള് പറഞ്ഞ നമ്മുടെ കള്ളം പിടിക്കുന്ന എവിഡൻസ് ആണ് അത്. റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. പുതിയ വീടുകൾ Avon. ഇങ്ങോട്ടാണ് പോകണ്ടേ? Avon. ഉപവൻ. കാതിൽ തേൻ മഴയായി പാടുകത്തേ കടലേ. കുറച്ച് മുമ്പ് ഒരു മിലിറ്ററി ട്രെയിനിങ് ഏരിയ ഉണ്ട്. അവിടെയാണ് മറ്റേ മുയലുകൾ കുറേ. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം നമ്മൾ കാറ് കൊണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് ഇപ്പുറത്ത് നോക്കിയപ്പോൾ നിറച്ചു മുയലായിരുന്നു. ഓർമ്മയുണ്ട് ആ സ്ഥലം? ടിഡ്ബർത്താണ് ഇത് മിലിറ്ററിയുടെ. ആദ്യമായിട്ട് ലണ്ടനിൽ വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നിറയെ മുയലായിരുന്നു. മുയലാ? മുയല് എവിടെ? അതെങ്ങനെയാന്ന് അതെവിടെ? ഈത്രോയിൽ വന്നിറങ്ങി. ഏത് ടെർമിനലായിരുന്നു? നിങ്ങളെ വിളിച്ചില്ലേ? നിങ്ങളെ ഡിവൈസസ് എന്ന് വരാൻ ലേറ്റ് ആയിട്ട് പപ്പ ഞാനും കൂടെ 4 ആയിരിക്കും. അത് ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോഴായിരുന്നോ? ആദ്യത്തെ പ്രശ്നം. അത് ശരി. നിങ്ങൾ വന്നിറങ്ങി വിളിച്ചിട്ട് നമ്മള് ചെന്നത്. കാരണം നമ്മള് സമയം ഓർത്ത് തെറ്റിപ്പോയി. എങ്ങനെയാ വോയിസ് മെസ്സേജ് വന്നു പറഞ്ഞില്ലേ പ്ലെയിൻ ലേറ്റ് ആന്ന് പറഞ്ഞു. എന്തോ പിറ്റേ ദിവസോ അങ്ങനെ വിചാരിച്ചു. ഫസ്റ്റില് വന്നപ്പോഴാണ് അവിടെ വിളിച്ചിട്ട്. അപ്പൊ അതൊരു 3-4 മണിക്കൂർ എടുത്തല്ല? 1.25 മണിക്കൂറേ ഉള്ളൂ അവിടെ. 1.25 മണിക്കൂറേ ഉള്ളൂ ഡിവൈസസ്. 1.25 മണിക്കൂറേ ഉള്ളൂ അവിടെ. 1.25 മണിക്കൂറുണ്ട് എയർപോർട്ടിൽ. ആ പിന്നെ തിരിച്ചിങ്ങോട്ട്. അയ്യോ അയ്യോ. അപ്പൊ സ്ഥലം എവിടെ കാണാൻ? മിലിറ്ററിയുടെ ഇത് കാരണം ഇവിടെ ഉള്ള കുറേ ആൾക്കാർക്ക് ജോലി ഉണ്ട്. സിവിലിയൻസിനൊക്കെ ജോലി കിട്ടൂലേ? പിന്നെ മിലിറ്ററി ഏരിയ അല്ലേ, അവിടെ എന്തെല്ലാം ജോലികളുണ്ട്. ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ കുറച്ച് ആൾക്കാർക്ക്
ജീവിക്കാനുള്ള ഒരു അറിഞ്ഞൂടാ, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. തേഴ്സ്ഡേ ഫ്രൈഡേ ആണ്. കുഴപ്പമുണ്ടോ? താങ്ക്സ് ക്രോസിംഗ്. ഡ്രൈവിംഗ് ബുക്ക് ചെയ്യണ്ട തേഴ്സ്ഡേ ഫ്രൈഡേ. ഡ്രൈവിംഗ് ബുക്ക് ചെയ്ത് ക്യാൻസൽ ഒന്നും ചെയ്യണ്ട. അത്ര അത്യാവശ്യമൊന്നുമില്ല. ഇപ്പം എന്തായാലും ഓഗസ്റ്റിൽ നാട്ടിൽ പോയിരിക്കല്ലേ. ബുക്കിംഗ് ചെയ്തില്ല